വലക്കും ഇസ്ലാം. ഞാനിപ്പോ എൻ്റെ ഒരു ജീവിതം ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറിയാണ്. ഞാൻ തൽക്കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരുന്നു. എന്നിട്ട് നമ്മുടെ KMCCൻ്റെ തന്നെ കുറച്ച് നേതാക്കളൊക്കെ അടങ്ങുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് കമ്പനി ഉണ്ട്. അതിൻ്റെ ഒരു ചുമതലക്കാരൻ്റെ പോസ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ രാവിലെ 5 മണിക്ക് സുബൈക്ക് മുമ്പ് തന്നെ കമ്പനിക്ക് പോകണം. ബോയിലറൊക്കെ വിറകൊക്കെ കത്തിക്കണം പണി. അത് കഴിഞ്ഞ് 8 മണിയോടുകൂടി എംപ്ലോയീസ് വരും. എംപ്ലോയീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് വരാം. അങ്ങനെ വന്ന് പിന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു 10 മണിയോടുകൂടി ഓഫീസിലെത്താം. അത് കഴിഞ്ഞ് ഉച്ചക്ക് ബ്രേക്കിങ്. അത് കഴിഞ്ഞ് രാവിലെ വണ്ടികളൊക്കെ 10 മണിക്ക് ഈ മാർക്കറ്റിൽ പോകുന്ന വണ്ടികൾക്കൊക്കെ 4 വണ്ടിയുണ്ട്. ആ വണ്ടീൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അത് കഴിഞ്ഞ് രാത്രി 7 മണി തൊട്ട് 9 മണി വരെയുള്ള സമയത്താണ് വണ്ടികളൊക്കെ തിരിച്ചു വരിക. അതിൻ്റെ കളക്ഷനും കാര്യമൊക്കെ ശേഖരിക്കുന്ന പണി. അങ്ങനെ 9:30 മണി 9:45 കമ്പനിയിൽ നിന്ന് വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കുക, കിടക്കുക എന്നല്ലാതെ വേറൊരു ചിന്തയില്ല. അത്രയും ക്ഷീണം ഉണ്ടാവും. അത്യാവശ്യം തെറ്റില്ലാത്തൊരു ശമ്പളവും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. മറ്റേത് ഞാനവിടെ നിർത്തി. എനിക്ക് വയ്യ. കാരണം നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരൊക്കെ പാർട്ടിയുടെ ഈ കെട്ട തീരുമാനങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി സമുദായം വിളിക്കുന്നത് എന്നെയാണ്, വേറെ ആരെയല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടുന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങോട്ട് പോകണു ഒക്കെ വന്നാലും ഇതൊക്കെ സമുദായത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ ആളുകൾ വിളിക്കണത് എന്നെയാണ്. എനിക്കാകട്ടെ ഞാനിതൊക്കെ ന്യായീകരിക്കാൻ പോയാൽ എന്താ ശരി? മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ സൈബർ ഗുണ്ടകൾ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ തെരുവ് പ്രഭാഷകൻ അങ്ങോട്ട് 100 റുപ്യ ലക്കോട്ടിൽ കിട്ടിയാൽ ആരെക്കുറിച്ച് ഏത് കുഞ്ഞാലിൻ്റെ അണ്ടിയുമ്പോൾ വളരെ മോശമായി. ഇതൊക്കെ എൻ്റെ കുടുംബം കാണുന്നില്ലേ? ഇന്ന് ഈ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നമ്മളെന്ത് ശ്രദ്ധിക്കണ്ടോ? നമ്മളെന്നും പട്ടികജാതിക്കാരെ പോലെ ഒരു MSFലോ യൂത്ത് ലീഗിലോ ഒരു പൊസിഷൻ നമുക്ക് തരുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കുന്നില്ല. ഇവരുടെ ഒരു പരിഗണനാ ലിസ്റ്റിൽ നമ്മൾ വരുന്നില്ല. എന്നാലോ ഇവരൊന്നും ന്യായീകരിക്കാൻ വരാത്ത ഫിറോസ്, ഷാജി തുടങ്ങിയ ആളുകൾക്ക് അവരൊക്കെ MLA മാരാക്കുന്നു, സെക്രട്ടറിമാരാക്കുന്നു, എല്ലാ സ്ഥാനവും കൊടുക്കും. നമ്മളെ ഒന്നും ഇവരാരും പരിഗണിക്കുന്നില്ല. അന്നത്തെ കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം കുഞ്ഞാലി സാഹിബിൻ്റെ വിഷയം വന്നപ്പോൾ കൈരളി ചാനലിൽ ഡിബേറ്റ് വന്നിരുന്നു. നമുക്കറിയാം. അവിടെ വെച്ച് DYFയുടെ റഹീം പരസ്യമായിട്ട് എന്നെ വെല്ലുവിളിച്ചു. എന്നോട് പറഞ്ഞു, ആ ചാനലിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലിങ്ക് ഞങ്ങൾക്ക് അയച്ചുതരാം. ആരാണ് ഇയാൾ? ഞങ്ങളെപ്പോലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായി ഡിബേറ്റ് നടത്താൻ ഏറ്റവും ചുരുങ്ങിയത് ആ പാർട്ടിയുടെ ഒരു സഹഭാരവാഹിത്വം ഉള്ള ഒരാളെങ്കിലും നിങ്ങൾ കൊണ്ടുവരും. ഇത്തരത്തിലുള്ള തെരുവ് പ്രഭാഷകരെ കൊണ്ടുവരില്ല. ഇതൊക്കെ നമ്മളെ മക്കളും കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഞാനിങ്ങനെ പോകുന്നത്? 54 വയസ്സായി, 50 യൂണിറ്റ് ഇൻസുലിൻ അടിച്ച് ജീവിക്കുകയാണ്. പ്രസംഗിക്കാൻ ഒരു സ്റ്റേജിൽ കയറിയ ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ വിറയൽ ആണ് വരുന്നത്. എൻ്റെ അമ്മോനാണ് റഹീം മേച്ചേരി. റഹീം മേച്ചേരിയുടെ മൂത്ത സഹോദരി മേച്ചേരി സൈനബൻ്റെ മോനെ ഞാൻ. മേച്ചേരിയുടെ കുട്ടികളും കുടുംബവും ഇന്ന് ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. എന്തായാലും കാരണം മേച്ചേരിയോട് മുസ്ലിം ലീഗ് ഒരു നീതിയും പുലർത്തിയില്ല. അദ്ദേഹം മരിച്ചപ്പോഴാണ് പത്രപ്രവർത്തകർക്ക് അന്വേഷിച്ചത് അദ്ദേഹം പാർട്ടിയിൽ ആരാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടോ? ഇല്ല. മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലും ഇല്ല. മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയിലും ഇല്ല. എന്തിനേറെ കുഴിമണ്ണ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലില്ല. ഈ പാർട്ടി ഒരു തലത്തിലും പരിഗണിക്കാതെ പോയൊരു മനുഷ്യനായിരുന്നു എൻ്റെ അമ്മ. പാർട്ടി അദ്ദേഹത്തോട് ചെയ്ത ഈ അനീതിയോടാണ് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ കഠിന ലീഗ് വിരോധികളായി മാറിയത്. ഇന്ന് എൻ്റെ മക്കളും ആ വഴിക്കാം. എന്തിനിപ്പം അങ്ങനെ പോകണം? ഈ ഫിറോസോ ഷാജു ഇവരാരും ഈ കുഞ്ഞാലിക്കുട്ടീനെ ടീമിനെ ന്യായീകരിക്കുന്നില്ലല്ലോ. ഇപ്പം മാത്രമല്ലേ ഈ ന്യായീകരിക്കുന്നത്. ഇപ്പം ആരെങ്കിലും എന്ത് തരുന്നുണ്ടോ? ഒന്നും തരുന്നില്ല. എന്നാൽ അവർക്കൊക്കെ എല്ലാം കിട്ടുന്നു. എന്തിനാ ഇപ്പം ഈ ഇതിന് പോകണം? മക്കളൊക്കെ വലുതായില്ലേ. ഒരു മോന് LLB 5ാം വർഷം ഫൈനലാണ്, രണ്ടാമത്തെ മോന് ഡിഗ്രി ഫൈനലാണ്. അവർക്കൊക്കെ ഒരു തെരുവ് പ്രാസിംഗ് എന്നുള്ള ആക്ഷേപം ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് വല്ലാ വിഷമമുണ്ട്. നടന്നു പോകുന്ന ഒരു മനുഷ്യന് നടക്കാൻ വയ്യാതാകുമ്പോൾ ഒരു ഊന്നുവടി ചോദിക്കുന്നത് പോലെയാണ് ചോദിച്ചത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാണ്ടി ലോറിക്കുള്ള ഭാരവാഹികൾ നമ്മുടെ പാർട്ടിയിലുണ്ട്.
MC വടകര, അദ്ദേഹത്തിന് 69 വയസ്സായി, അല്ല 89 വയസ്സായി. ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ചരിത്രം കഴിച്ച മനുഷ്യനാണ്. ആ മനുഷ്യനൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാക്കണം. നമ്മളെ പാർട്ടിയിലിപ്പം ചെറുക്കളം അബ്ദുള്ള സാഹിബിൻ്റെ, മോയിൻകുട്ടി സാഹിബിൻ്റെ, പിന്നെ MI തങ്ങളുടെ 2-3 ഒഴിവുകളുണ്ട്. വേണമെങ്കിൽ MC വടകരനെയും എന്നെയൊക്കെ ഒന്ന് പരിഗണിക്കാം. യൂനുസ് കുഞ്ഞിനെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആക്കാൻ തൊലിക്കെട്ടി കാണിച്ച പാർട്ടിക്ക് ഞങ്ങളെപ്പോലുള്ള സാധുക്കൾക്ക് എന്താ, നമ്മളെ MLA സ്ഥാനം MP സ്ഥാനം ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഈ പാർട്ടിയുടെ ആരാന്ന് ചോദിച്ചാൽ ആധികാരികമായൊരു ഭാരവാഹിയാണെന്ന് പറയാനുള്ള ഒരു അവകാശം അത് ഈ പ്രായത്തിൽ നമുക്കിവർ തരുന്നില്ല. നമ്മളൊരു പട്ടികജാതിക്കാരെ പോലെയാണ്. അതിൻ്റെ ഒരു വിഷമം നല്ലുണ്ട്. മക്കളും കുട്ടികളും എല്ലാവരും, എനിക്ക് ഡ്രൈവർമാരൊന്നുമില്ല, മക്കളൊക്കെ വരില്ല. ഓരോന്ന് ലീഗ് പരിപാടിക്കൊന്നും ഞങ്ങളഞ്ഞി വിളിക്കണ്ട. അതോടുകൂടി ഞാൻ രാഷ്ട്രീയമുണ്ട് ഉപേക്ഷിക്കാൻ നേരായി. ആരോഗ്യം സമ്മതിക്കില്ല എന്നൊരു പോസ്റ്റ് ഇട്ടു. ആയിരക്കണക്കിനല്ല 10,000കണക്കിന് അണികൾ വന്ന് ഷാഫി സാഹിബ് അങ്ങനെ ചെയ്തു തന്നു. പക്ഷെ ഒരു നേതാവ് വിളിച്ചിട്ട് എന്താണ് ഷാഫി എൻ്റെ പ്രശ്നം ചോദിച്ചില്ല. നമ്മളെ ഇതുവരെ ഒന്ന് ഹിയർ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ഈ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കാലം പ്രസംഗിച്ചത്. അതാതിൽ സങ്കടം. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഇപ്പോൾ വളരെ സ്വസ്ഥതയാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, വരുന്നു, നേരത്തെ കിടന്നുറങ്ങുന്നു. എൻ്റെ സ്ഥിതി ഇതാണ്. വല്ലാത്ത ഒരുപാട് ക്ലേശങ്ങളുണ്ട്. ഇളമരങ്കരിയും KT ജലീലും ഒക്കെ വിളിക്കേണ്ട എല്ലാ ഓഫറും MLA സ്ഥാനവും ബേപ്പൂരും എന്ത് വേണം തരാം. ഷാഫിജിയൊക്കെ ഇങ്ങനെ ലീഗായത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെല്ലാം തരാം. ലീഗ് നിങ്ങൾക്കൊന്നും തരില്ല. ലീഗിൽ മണി അടിക്കുന്നവർക്കും മണിയുള്ളവർക്കേ സ്ഥാനമുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് കഴിയില്ല. ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ അവരെ സ്നേഹിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി ഇതിൻ്റെ അനുയായികൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവരെ മനസ്സിനെ വിഷമിക്കുന്ന ഒരു തീരുമാനം എടുത്താൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനതിനില്ല. അള്ള എനിക്ക് തന്നൊരു യോഗ്യതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് ഒഴിവായി. നമ്മളെ പാർട്ടി നേതാക്കന്മാരാരും ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതം അത് കഴിഞ്ഞു. പലരും കുഞ്ഞാലി സാഹിബിനെയും ബഷീർ സാഹിബിനെയും മജീദ് സാഹിബിനെയും തങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഷാഫി വേണം, ഷാഫി ഭയങ്കരമാണ്. പക്ഷെ ഷാഫിനെ അവിടെ പരിഗണിക്കാൻ അവർക്ക് പറ്റൂല. പിന്നെ ഒരു തെരുവ് പ്രാർത്ഥികനായി പോകാൻ എനിക്ക് പറ്റില്ലല്ലോ. നിങ്ങളെങ്കിലും എൻ്റെ വേദന മനസ്സിലാക്കണം. സംസാരിക്കാൻ പറ്റുന്ന നേതാക്കളോട് എൻ്റെ വേദന നിങ്ങൾ പങ്കുവെക്കണം. ഞാൻ പാർട്ടിക്കെതിരെ ഒന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഞാൻ മാറി നിൽക്കുന്നേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.